യൂട്യൂബ് ചാനൽ MS സൊല്യൂഷൻസ് ഉടമ മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കെതിരെ കോടതി നൽകിയ റിപ്പോർട്ടിലാണ് ഗുരുതരമായ പരാമർശമുള്ളത്. ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ചോദ്യപേപ്പർ ചോർത്താൻ റാക്കറ്റ് പ്രവർത്തിക്കുന്നുവെന്ന സംശയവും റിപ്പോർട്ടിലുണ്ട്. പ്രതി മുഹമ്മദ് ഷുഹൈബിനും സർക്കാർ ഉദ്യോഗസ്ഥർക്കുമെതിരെ ഗുരുതര ആരോപണമാണ് ക്രൈംബ്രാഞ്ച് ഇന്ന് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. ഗൂഢാലോചന കുറ്റം ചുമത്തിയതിൽ അധിക റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ചാണ് അന്വേഷണ സംഘം പുതിയ റിപ്പോർട്ട് സമർപ്പിച്ചത്. പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിന്റെ വിശ്വാസ്യത തകർക്കുക എന്നതായിരുന്നു പ്രതിയുടെ ഉദ്ദേശം. കെമിസ്ട്രി അധ്യാപകനായ പ്രതി ഇംഗ്ലീഷ് പരീക്ഷയുടെ ചോദ്യങ്ങൾ പ്രവചിച്ചത് ചോദ്യപേപ്പർ ചോർന്നു കിട്ടിയതുകൊണ്ടാണ്. ഗൂഢാലോചനയും ഒരു കൂട്ടം പ്രതികളുടെ സഹായവും ഉണ്ടായിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ചോദ്യപേപ്പർ ചോർത്താൻ ഒരു റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നതായി സംശയമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പ്രതി ഒളിവിൽ കഴിയുന്നത് കൂടുതൽ കാര്യങ്ങൾ ഒളിപ്പിക്കാനെന്നും ക്രൈംബ്രാഞ്ച്. നിലവിൽ ചുമത്തിയ 7 വകുപ്പുകൾക്ക് പുറമെ പുതിയൊരു വകുപ്പ് കൂടി ചേർത്തു. ഭാരതീയ ന്യായ സംഹിത പ്രകാരം സംഘടിത കുറ്റകൃത്യം എന്ന വകുപ്പാണ് ചേർത്തത്. പൊതു ചോദ്യപേപ്പർ വിൽക്കുന്ന കുറ്റം ഉൾപ്പെടുന്നതാണ് ഈ വകുപ്പ്. മുഹമ്മദ് ഷുഹൈബിൽ മാത്രം അന്വേഷണം ഒതുങ്ങില്ല എന്നതിന്റെ സൂചനയാണ് ഇന്ന് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച ഈ റിപ്പോർട്ടിലുള്ളത്. സർക്കാർ ഉദ്യോഗസ്ഥരും ഈ കേസിൽ പ്രതിപട്ടികയിൽ വന്നേക്കാം. മിഥില ബാലൻ, 24 കോഴിക്കോട്. ചോദ്യപേപ്പർ ചോർത്താൻ സർക്കാർ ശമ്പളം കൈപ്പറ്റുന്ന സംഘം കൂടി ചേർന്ന് റാക്കറ്റ് ഉണ്ടെന്ന കണ്ടെത്തലുകളൊക്കെ അതിനിർണായകമായ കണ്ടെത്തലുകളാണ്. പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ വിശ്വാസ്യതയും സുതാര്യതയും തന്നെ ആകെപ്പാടെ തകർക്കുന്ന കണ്ടെത്തലുകളിലേക്ക് ക്രൈംബ്രാഞ്ച് നീങ്ങുമോ എന്ന് കണ്ടറിയാം.